വിവാഹം ഒരു ദുഷിച്ച സംവിധാനമാണ് എന്ന് ഒരു സിനിമയുടെ ഡയറക്ടർ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. അതായത് ഇയാൾ പറയുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് ഇനി കേൾക്കണം. അവിടെ ആർക്കും സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. അഥവാ വേലി ചാടാനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരു ഭാര്യ ഉണ്ടായിരിക്കെ വേറൊരാളുമായി ബന്ധമുണ്ട് എന്ന് ഭാര്യ അറിഞ്ഞ ആകെ പ്രശ്നമാണ്. അതാണ് മൂപ്പര് അസ്വാതന്ത്ര്യം. കേട്ടോളൂ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്ണർ പറയായിരിക്കും സാരമില്ല, നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. അതാണ് മൂപ്പര് പ്രശ്നം. അപ്പൊ ഇയാളുടെ കുടുംബജീവിതത്തിലെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് മൊത്തം അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു വണ്ടി എടുത്ത ഒരാൾ വണ്ടി എടുത്ത് ഓടിച്ചു, ആ വണ്ടി ഇടിച്ചു. വേറെ വണ്ടി എടുത്തപ്പോൾ അതും ഇടിച്ചു. വേറെ വണ്ടി എടുത്തപ്പോൾ അതും ഇടിച്ചു. അപ്പൊ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്ന ഉത്തരത്തിലേക്ക് അല്ലല്ലോ എത്തേണ്ടത്. വണ്ടി ശരിക്കും ഓടിക്കണ ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ടല്ലോ. അതുകൊണ്ട് ഇയാൾ ഉണ്ടാക്കിയ സിനിമകളൊക്കെ ഇങ്ങനത്തെ ടാർഗറ്റ് വെച്ചിട്ടാ. അതുകൊണ്ട് ഇയാൾ പറയുന്നുണ്ട്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയണേ 10 ഫാമിലികൾ എന്റെ സിനിമ കണ്ടിട്ട് ഡൈവോഴ്സ് ആയി എന്ന് വന്നാൽ എനിക്ക് അതാണ് ഇഷ്ടം എന്ന് അദ്ദേഹം പറയട്ടെ. ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവോഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്രയും സന്തോഷിക്കും. ഉപ്പര അത്രയും സന്തോഷിക്കുന്ന ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ ഫറൂഖ് കോളേജിലെ കുട്ടികൾ ഇങ്ങോട്ട് കടക്കണ്ടെന്ന് തീരുമാനിച്ചാൽ അവർക്ക് നമ്മൾ ഹൃദയത്തിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് കൊടുക്കും. കാരണം കുടുംബം കലക്കാൻ നടക്കുന്ന സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ്. അവരെ വേണ്ടാന്ന് ഫറൂഖ് കോളേജിലെ കുട്ടികൾ തീരുമാനിച്ചെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിസ്ഡം യൂത്തും വിസ്ഡം സ്റ്റുഡൻസും ഇവിടുത്തെ മറ്റു മുസ്ലിം സംഘടനകളും SNDP അടക്കമുള്ള ഇവിടുത്തെ മറ്റു സമുദായങ്ങളിലെ ആളുകളും ഒക്കെ അവരുടെ ക്യാമ്പയിൻ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് എത്തി എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് വിലയിരുത്തേണ്ടത്.